ഗൾഫ് നാടുകളിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി ലുലുവിന്റെ ചാർട്ടേഡ് കാർഗോ സർവീസുകൾ. ഇന്നലെ രാത്രിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ കുവൈത്ത് എയർവേസിന്റെ കാർഗോ വിമാനം 36 ടൺ പഴം പച്ചക്കറിയും വഹിച്ച് ഇന്ന് രാവിലെ 10:45 മടങ്ങി. കഴിഞ്ഞ ദിവസം അബുദാബിയിലേക്ക് ഇത്തിഹാദ് എയർവേസിന്റെ പ്രത്യേക കാർഗോ വിമാനത്തിൽ 80 ടൺ ഭക്ഷ്യോൽപ്പന്നങ്ങൾ UAE എത്തിച്ചതിന് പുറമെയാണിത്. ഭക്ഷ്യസുരക്ഷയും വിലസ്ഥിരതയും ഉറപ്പാക്കി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ എത്തിച്ച് ഭക്ഷ്യഭദ്രത ഉറപ്പാക്കുകയാണ് ലുലു മാനേജ്മെന്റും MA യൂസഫ് അലിയും ലക്ഷ്യമിടുന്നത്. അബുദാബി ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത സുസ്ഥിരമായി ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ചാർട്ടേഡ് വിമാന സർവീസിന് പുറമെ നിത്യേനയുള്ള വിമാന സർവീസുകളിലായി ദിനംപ്രതി 5 മുതൽ 6 ടൺ വരെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ലുലുവിന്റെ കയറ്റുമതി വിഭാഗമായ ലുലു ഫെയർ എക്സ്പോർട്ട് വഴി കയറ്റി അയക്കുന്നുണ്ട്. വിവിധ GCC രാജ്യങ്ങളിലേക്കായി ഇത്തിഹാദ് എയർ അറേബ്യ, സൗദി എയർ, ഫ്ലൈ എമിറേറ്റ്സ്, ഒമാൻ എയർ ഇന്ത്യ തുടങ്ങിയ യാത്രാ വിമാനങ്ങളിലായിട്ടാണ് ലുലു ഫെയർ എക്സ്പോർട്ട് കാര്യക്ഷമമായി ഭക്ഷ്യോൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത്. പ്രാദേശിക കാർഷിക വിപണിക്ക് കരുത്തേകുന്ന നീക്കം കൂടിയാണിത്. കേരളത്തിൽ നിന്നും കൂടുതൽ കാർഗോ വിമാന സർവീസുകളും വരും ദിവസങ്ങളിലും തുടരാനാണ് ലുലു ഗ്രൂപ്പിന്റെ തീരുമാനം. ഡൽഹി, ബംഗളൂരു, മുംബൈ തുടങ്ങിയ വിപണികളിൽ നിന്നും ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് പ്രത്യേക വിമാനങ്ങളിൽ ലുലു കയറ്റുമതി ചെയ്യുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സംഘർഷം കനത്തതോടെ പ്രതിസന്ധിയിലായ കേരളത്തിലെ കയറ്റുമതി മേഖലയിൽ കോടികളുടെ നഷ്ടമാണ് നേരിടേണ്ടി വന്നത്. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും സർക്കാർ സംവിധാനങ്ങളുമായി സംസാരിച്ച് മേഖലയിലെ പ്രതിസന്ധിക്ക് വലിയ പരിഹാരവും കണ്ടെത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ സർവീസ് നടത്തി ഗൾഫ് മേഖലയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുമെന്നും MA യൂസഫ് അലി ഉറപ്പു നൽകിയിരുന്നു. ലുലു ഗ്രൂപ്പിന്റെ ഈ നടപടി കേരളത്തിലെ കയറ്റുമതിക്കാർക്കും വ്യാപാര സംരംഭകർക്കും തൊഴിലാളികൾക്കും പുതിയ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നേട്ടമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു.